കസ്റ്റമറായിട്ട് ഷോപ്പിൽ വന്നിട്ട് പിന്നീട് എന്നെ ഒരു കുടുംബത്തെ അംഗത്തെ പോലെ എന്നെ ചേർത്ത് പിടിച്ച കുറേ പേരുണ്ട്. അങ്ങനെ ഒരാൾ ഇന്ന് ഷോപ്പിൽ വന്നു. കക്ഷി ഇപ്പോൾ അയർലൻഡിലാണ്. കണ്ടപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, നീ ഓക്കെ ആണോ, എല്ലാം മാറിയോ എന്നൊക്കെ. പെട്ടെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പിന്നെയാ എനിക്ക് കത്തിയത്. പത്തനംതിട്ടക്കാരങ്ങനെ പെട്ടെന്ന് മറക്കാത്തൊരു സംഭവമുണ്ട്. ഈ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലെ ആ ഫയർ ആക്സിഡൻറ്റ്. അയാമിൻ്റെ ഓപ്പോസിറ്റിലുള്ള ചിപ്സ് കടകൾക്ക് അന്ന് തീ പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ സംഭവം. ഇപ്പോഴും അത് ഓർക്കുമ്പം ഉള്ളിലൊരു ഭയം വരും. വേറൊന്നുമല്ല, മരണത്തെ മുഖാമുഖം കണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ശരിക്കും അന്ന് ഞാൻ അനുഭവിച്ചതാണ്. ഒരു സിലിണ്ടർ പൊട്ടി നേരെ വന്ന് വീണത് ഷോപ്പിൻ്റെ അങ്ങോട്ടായിരുന്നു. എന്തോ തോന്നി ഷട്ടർ ഇട്ടത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവായി. പക്ഷേ എനിക്കൊരു പണി. 3-4 സിലിണ്ടർ പൊട്ടിയായിരുന്നു. അതിൽ ഒരെണ്ണം പൊട്ടിയത് നേരെ വന്ന് വീഴുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അത് അവിടെ ഇവിടെയൊക്കെ കൊണ്ടിട്ട് എൻ്റെ 2 കൈയും മുഖവും ഒക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഓർത്ത് വെച്ചിട്ട് ചേച്ചി എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ഓക്കെ അല്ലേന്ന്. അത് കേട്ടപ്പോൾ ഉള്ളിൽ തോന്നിയ ഒരു വല്ലാത്ത ഫീലിംഗ് ഉണ്ട്. അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഇങ്ങനെ ഈ പത്തനംതിട്ടയിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരു പരിചയമില്ലാതെ ഇവിടെ വന്ന് എന്നെ ഒരു കുടുംബത്തെ പോലെ ചേർത്ത് പിടിച്ച. അങ്ങനെ ഒരു ഹെവി പർച്ചേസിന് ശേഷം ബായ് പറഞ്ഞ് ചേച്ചി ഇറങ്ങി. അപ്പോൾ ഓക്കെ, കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ.